കുട്ടിയെ കാണാതാവുമ്പോ ആരൊക്കെ ഉണ്ടായിരുന്നു ഈ വീട്ടിൽ? എൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാർ. നിങ്ങളുടെ ഭാര്യ എവിടെ പോയി? ഞാനും വൈഫും കൂടി ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു. ഏത് ഹോസ്പിറ്റലിൽ? എന്തിനു പോയി? ആർക്കാണ് അസുഖം? എന്താ പറയാനൊരു മടി? കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ആളെ ഏർപ്പാടാക്കിയിട്ട് നിങ്ങൾ അതിനുള്ള സൗകര്യം മനഃപൂർവ്വം ഒരുക്കി കൊടുക്കുകയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയണം. സാർ, എൻ്റെ വൈഫ് പ്രഗ്നൻ്റാ സാർ. അതിൻ്റെ ഒരു ചെക്കപ്പായിരുന്നു. നിങ്ങൾക്ക് 2 കുട്ടികളില്ലേ? പെൺകുട്ടികളാ സാറേ. ഒരാൺകുട്ടിക്ക് വേണ്ടി. ഹോ, അതിൻ്റെ ഒരു കുറവ് നികത്താൻ. ഇനി വരുന്നതും പെൺകുട്ടിയാണെങ്കിലോ? നിങ്ങളുടെ കുട്ടികളോടെ? നീതുമോളെ, രമ്യേ, ഇങ്ങോട്ട് നീങ്ങിക്ക്. ജാനകിയെ കാണാതായപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? സ്കൂളിൽ പോയിരിക്കായിരുന്നു. ജാനകിയെ കാണാനില്ലെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? ആരും പറഞ്ഞില്ല. പിന്നെങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ സ്കൂളിൽ വിട്ട് വന്നപ്പോ അച്ഛമ്മ പറഞ്ഞു ഉച്ചയ്ക്ക് പോലും ചോറും വെള്ളവും ഒന്നും കിട്ടില്ലെന്നു. ജാനിയെ ഒത്തിരി വിളിച്ചിട്ടും വിളി കേട്ടില്ലാന്നും പറഞ്ഞു. അന്നേരം ഞങ്ങൾ എല്ലായിടത്തും വീടിന് ചുറ്റും നടന്ന് ഉറക്കെ വിളിച്ചു നോക്കി. എന്നിട്ടും കണ്ടില്ല. നിങ്ങൾ എപ്പോഴാ സ്കൂൾ വിട്ട് വന്നേ? 4 മണിക്ക്. അപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അച്ഛമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരെയും അച്ഛമ്മ? ഞങ്ങളുടെ മുത്തശ്ശിയാ. അവരെവിടെ? വിളിക്ക. സാർ, അമ്മ വീണ് കൈയും കാലും ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് കിടക്കുക. എണീക്കാൻ പോലും വയ്യ. ഓഹോ, അമ്മയെ നോക്കാൻ ആരും ഇല്ലാതെയാണോ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയത്? ജാനിക്കുട്ടിയാ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് നിങ്ങളുടെ അമ്മയെ കണ്ടൊന്ന് സംസാരിക്കണം. ജാനകി താമസിച്ചിരുന്ന മുറിയും കാണണം. നിങ്ങൾ ഈ പരിസരം മുഴുവൻ ഒന്ന് പരിശോധിക്കണം. കിണറ്, കുളം, പുഴ, തോട് ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നോക്കണം. സാർ, ജാനിമോളുടെ മുറിയിൽ നിന്ന് ഒരു കുറിപ്പ് കിട്ടി. കുറിപ്പോ? എവിടെ?